അബ്ദുൽ ഹസീബ്. സ്ഥലം എടപ്പാള തന്നെ. BA ഇസ്ലാമിക് കഴിഞ്ഞു. MA സൈക്കോളജി ചെയ്യുന്നു. എവിടെ ചെയ്യുന്നു? ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട്. നിങ്ങൾ പേര് മുഹമ്മദ് റാഷിദ്. സ്ഥലം പഠിക്കൽ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ബിടെക് കഴിഞ്ഞു. സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നുണ്ട്. നിങ്ങൾ? ജാബിർ. എടപ്പാൾ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? യുവതക്ക് ഒരിടത്തും നന്മയുടെ ഇടങ്ങളില്ല. ഇപ്പോൾ സാംസ്കാരിക ലോകമാകെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തലമുറ ഉണ്ടാക്കി വെച്ച ഓരോ നന്മയുടെ ഇടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ കൂടുതലാണെന്ന് തോന്നുന്നു. മുസ്ലിം സമുദായ ഈ സാംസ്കാരിക ശൂന്യത എന്ന് പറയുമ്പോഴേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളെ സംസ്കാരം എന്ന് പറയുന്നത് ശരിക്ക് കേരളീയ സംസ്കാരം എന്ന് പറയുന്നത് ശരിക്ക് അല്ലെങ്കിൽ മലയാള സംസ്കാരം എന്ന് പറയുന്നത് ശരിക്ക് സവർണ സംസ്കാരം. അത് നമ്മൾ മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ, കേരളത്തിലെ ദലിത് ചിന്താഗതിക്കാർ, അതുപോലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും തുറന്നു പറഞ്ഞ ഒരു സത്യമാണ്, കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം എന്ന് പറയുന്നത് സവർണാധിഷ്ഠിതമാണ്. അപ്പൊ ഈ സവർണാധിഷ്ഠിതമായ ഒരു സാംസ്കാരിക മണ്ഡലത്തിലേക്ക് മറ്റൊരാൾക്ക് ഇടം കിട്ടണമെങ്കിൽ അയാൾ സവർണതയോട് രാജിയാവേണ്ടി വരും. അല്ലാത്തവർക്ക് പലപ്പോഴും ഇടം കിട്ടുന്നില്ല എന്നത് നാളിതുവരെയുള്ള അനുഭവങ്ങളാണ്. മറ്റുള്ളവർക്ക് ഇടം അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലേക്ക് ഇടം എന്നതിലുപരി നമ്മുടെ ഇടയിൽ തന്നെ ഒരു ഇടം ഇല്ലായ്മയില്ലേ? അതിന് ഒരു പ്രശ്നം നവോത്ഥാനന്തര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം, ഒരു യൂറോ കേന്ദ്രീകൃത കൾച്ചർ വന്നു, ലോകത്തുടനീളം സംഭവിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായ സംസ്കാരങ്ങളും ഭാഷകളും സാഹിത്യങ്ങളും പാടെ അവഗണിക്കപ്പെടുന്നത്, പാടെ തിരസ്കരിക്കപ്പെടുന്ന ഒരു ശൈലി ലോകത്തുടനീളം വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യ കാലങ്ങളിൽ അവരത് ശ്രമിച്ചപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് മാക്സിമം ശ്രമിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി. ആ ശ്രമം ഇപ്പൊ നടക്കുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതിജീവനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഉപജീവനത്തിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗൾഫ് കുടിയേറ്റത്തിന്റെ അതിശക്തമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ സാംസ്കാരിക രംഗമോ സാഹിത്യ രംഗമോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ ഒരു ഇടം നിർണ്ണയിക്കാനുള്ള ശ്രമങ്ങളോ സമുദായത്തിൽ നിന്ന് ഉണ്ടായില്ല എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. മെറ്റീരിയലിസത്തിന്റെ എഫക്ട്സുകൾ. അതെ, ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. അതെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്, നമ്മൾ ഹെറിറ്റേജ് കോൺഫറൻസുകൾ നടത്തിയാലും ഹിസ്റ്ററി കോൺഫറൻസുകൾ നടത്തിയാലും ഒരു ഭൂതരതിയിൽ തളർന്നു വീഴുക എന്ന് പറയും നമ്മൾ. ഹെറിറ്റേജ് കോൺഫറൻസ് ആയാൽ പോലും അതൊരു പോരാട്ട കോൺഫറൻസ് അല്ലെങ്കിൽ അതെ, ഇന്നലകളുടെ പോരാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ് അതിൽ അഭിമാനിക്കുക. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഈ ജനറേഷന് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ആധിപത്യം കൂടി വരുന്ന സ്ഥിതിക്ക് ഈ ജനറേഷന് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഐഡന്റിറ്റി നിലനിർത്താൻ? നമ്മുടെ ഐഡന്റിറ്റി നമ്മൾക്ക് സ്വന്തമായി ഒരു ഇടം ആദ്യം നമ്മൾ നിർണയിച്ചിരിക്കണം. നമ്മൾ ഇടപെടേണ്ടവർ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തമായ ഒരു ഐഡന്റിറ്റിയും സ്വന്തമായ ഒരു ഇടവും ഉള്ളവരാണ് നമ്മൾ എന്ന ഒരു ബോധം നമുക്ക് ആദ്യം വേണം. അല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഇടമുണ്ടല്ലോ. മീൻസ് പൊളിറ്റിക്കൽ ആയാലും ഓർഗനൈസേഷൻ ആയാലും മതപരമായാലും ഒക്കെ ഒരു ഇടം, വ്യക്തമായ ഒരു ഇടമുണ്ട്. സാംസ്കാരിക ഇടമാണ് ഇല്ലാത്തത്. അതെ, സാംസ്കാരിക ഇടമാണ് ഇല്ലാത്തത്. അത് അടിസ്ഥാനപരമായി വരുന്നത്, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരാൾ കയ്യിലിരിപ്പുണ്ടായിരിക്കെ മറ്റൊരു വ്യക്തിയോട് കടം വാങ്ങേണ്ടതില്ല. വിഭവസമ്പന്നമായ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് എന്തിന്റെ ആവശ്യമില്ല, ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാംസ്കാരികമായി സമ്പന്നരാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ സാംസ്കാരികത ഉപയോഗപ്പെടുത്തുന്നില്ല. ആ ഉപയോഗപ്പെടുത്താത്തതിന്റെ കാരണം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അനുകരിക്കാൻ ശ്രമിക്കുക. ആ അനുകരണം നമുക്ക് മാറ്റിയെടുക്കാൻ എങ്ങനെ പറ്റും?
എങ്ങനെ സാധ്യമാണ്? ആ അനുകരണം മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു ഒരു നിശ്ചിത ഫ്രെയിം വർക്ക് ചെയ്തേ പറ്റൂ. ഒരു നിശ്ചിത ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയോ? ഒരു തരത്തിലും പാടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു നിശ്ചിത, അപ്പോൾ ഇന്ന് കേരളത്തിലെ മറ്റു കമ്മ്യൂണിറ്റികൾ ചെയ്തതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം അതിൻ്റെ ഉദാഹരണം സിനിമകൾ. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഒരു മുസ്ലിമിൻ്റെ സ്പേസ് ഇന്നും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം കഥാപാത്രം ഇപ്പോൾ നമ്മൾ ആകെ കണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ കണ്ടിട്ടുള്ളത് ആദാമിൻ്റെ മകൻ അബു പോലുള്ള അപൂർവ സിനിമകളിൽ മാത്രം. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഇടവകയിലെ ഒരു അച്ഛനെ വെച്ച്, ഒരു ഫാദറെ വെച്ച് നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതുപോലെ കേരളത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണല്ലോ മുസ്ലിങ്ങൾ. ഒരു മുസ്ലിം മഹലിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു ഇമാമിനെ വെച്ച്, ഒരു ഇമാം നായകനായി അല്ലെങ്കിൽ ഒരു ഖത്തീബ് നായകനായി, അയാൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ സാംസ്കാരികമായ അല്ലെങ്കിൽ മതപരമായ ആത്മീയമായ എന്ന് പറയേണ്ട എല്ലാ മേഖലയിലും നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഇപ്പോൾ പ്രൊഡക്ഷനിലേക്ക് വരാത്തത് അങ്ങനത്തെ ഒരു ഐഡിയ ഒതുക്കാത്തത് കൊണ്ടാണോ അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സപ്പോർട്ട് വരാത്തത്? അല്ല, കമ്മ്യൂണിറ്റിയിൽ നിന്ന് സപ്പോർട്ട് വരാത്തത് കൊണ്ടല്ല. ഇതിൻ്റെ തിരക്കഥാകൃത്തുകളും അതുപോലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും പലപ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലില്ല എന്നതാണ്. അവർക്ക് മതപരമായ ഒരു ബന്ധമല്ല എന്നുള്ളതാണ്. അല്ല, സിനിമയെ നമ്മൾ അകന്ന് കണ്ടതുകൊണ്ടല്ലേ? അതും ഒരു പ്രശ്നമാണ്. സിനിമ എന്നതിനെ അതിൻ്റെ ഒരുപാട് നമ്മൾ നെഗറ്റീവുകൾ മാത്രം സിനിമയായാലും സംഗീതമായാലും അതൊക്കെ തന്നെയല്ലേ? അതെ, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം മതത്തിൽ സൂക്ഷ്മത, അത് നമ്മൾ പരമ്പരാഗതമായി വെച്ചു പുലർത്തിയ ആ നിലപാട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സമൂഹം ഒരു നന്മയുടെ പിന്നിൽ ഒരുപാട് തിന്മകൾ പതിയിരിക്കുന്നുവെങ്കിൽ ആ നന്മയെ മാറ്റി നിർത്തുക എന്നത് മതത്തിന്റെ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് നമ്മളുടെ സ്കോളേഴ്സ് കണ്ട ഒരു സമീപനമാണ്. ആ ട്രഡീഷണൽ സ്കോളേഴ്സിന്റെ നിലപാടുകൾ ഒരിക്കലും തെറ്റായിരുന്നില്ല. സ്കോളേഴ്സ് ഇതിൽ ഇറങ്ങണം എന്നല്ല ഉദ്ദേശം, പക്ഷെ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ള നെഗറ്റിവിറ്റീസ് ഒഴിച്ചു വെച്ചാൽ അത് നടക്കും എന്നുള്ള ഒരു ബോധം കമ്മ്യൂണിറ്റിയിൽ പൊതുവെ ഉണ്ടോ? അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതില്. ആദ്യം പറഞ്ഞ പോലെ അത് യുവാക്കൾക്ക് നന്മയുടെ ഇടം എന്നുള്ളത് കാണാൻ കഴിയാത്തത് കൊണ്ടല്ല, തിന്മ മുഴുവനായി നിന്നത് കൊണ്ട് നമ്മൾ മാറിക്കുന്നത് കൊണ്ടല്ല. അപ്പൊ നന്മയുള്ള ഒരാൾക്കാർ മാറുന്നത് കൊണ്ട് ആ മേഖല മൊത്തം തിന്മയായി മാറുന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയും അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മുസ്ലിം കഥാപാത്രങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരി മുസ്ലിങ്ങൾക്കോ സിനിമയിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൂടാ. അവരൊക്കെ വളരെ തിരക്കഥാകൃത്തുകളുണ്ട്, സംവിധായകന്മാരുണ്ട്, നടന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അതല്ല ആവശ്യപ്പെടുന്നത്. സംഭാവനയില്ല. അത് സംഭാവന ഇല്ലാത്തത് അവരുടെ കുറ്റവുമല്ല, മറിച്ച് അവരുടെ ഒരു മതപരമായ ഒരു ബന്ധത്തിന്റെ കുറവ്. അവർ ഉപരിപ്ലവമായി അല്ലെങ്കിൽ നാമമാത്ര മുസ്ലിങ്ങൾ ആയി നിൽക്കുന്ന കാലത്തെടുത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് കേവലം ഒരു പൂജാമുറിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി ആസ്വദിക്കപ്പെടേണ്ട ഒരു വിഷയമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. പണ്ട് മോയിൻകുട്ടി വൈദ്യർ തന്നെ പണ്ടൊരു പ്രണയഗീതത്തിലൂടെ എഴുതി ബദറുൽ മുനീർ, പിന്നെ ബദർ പാട്ടിലേക്കും ആത്മീയ പാട്ടിലേക്കും കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതേപോലെ ഇപ്പോഴത്തെ യുവതലമുറയെ അങ്ങനൊരു കൺവേർഷൻ കൊടുക്കാൻ കഴിയില്ല നമുക്ക്. ഇപ്പോൾ ഒരുപാട് മാപ്പിള പാട്ടുകള്, മാപ്പിള ഗായകര് പെങ്കിളികളായി പെങ്കിളി ഗാനങ്ങളുടെ ഉപഭോക്താക്കളായി മാറുമ്പോൾ അവരെ കൺവേർട്ട് ചെയ്യാനെങ്കിൽ അവർക്കൊരു വേദി നൽകിയിട്ട്, നന്മയുടെ വേദി നൽകിയിട്ട് ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് ചെയ്തുകൂടെ? നന്മയുടെ വേദികളൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റൊരാളുടെ അനുകരണം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ചിലർ ഹോം സിനിമകൾ ഇറക്കി, അതുപോലെ ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സ്വന്തമായ ഒരു ഇടം അടയാളപ്പെടുത്തുന്നില്ല എന്നത് സത്യം. നമ്മൾ ഐഡന്റിറ്റി റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഐഡന്റിറ്റി അല്ല അത് റിഫ്ലക്ട് ചെയ്യുന്നത്, അത് ഞങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ ഞങ്ങളെ ഒരു തരം അപകർഷതാബോധത്തിന്റെ ഭാഗമായി വന്നതാണ്. ഒരു കോപ്പി പേസ്റ്റ്. അതെ, ഒരു കോപ്പി പേസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അതിനു പകരം മറ്റുള്ളവരെ അനുകരിക്കുന്നതിനും അവരുടെ
ടൂൾസുകളും മറ്റും അപ്പടിയെടുത്ത് പേസ്റ്റ് ചെയ്യുന്നതിനും പകരം ഞങ്ങളുടെ ഇടം എന്ത് എന്ന് ആദ്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയുമാണ് എങ്കിൽ തീർച്ചയായും മെയിൻ സ്ട്രീമിൽ മുസ്ലിങ്ങളുടെ സ്വന്തമായ ഒരു ഇടം കണ്ടെത്താൻ. ത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. അടിസ്ഥാനപരമായി പലപ്പോഴും നമ്മൾക്ക് പൊതുസമൂഹത്തെ കുറ്റം പറയേണ്ടി വരുന്നത് നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുമ്പോഴാണ്. സത്യത്തിൽ പൊതുസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇടപെടാറില്ല. അകത്തുള്ളവരോട് സംവദിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സാഹിത്യങ്ങൾ രംഗം കൈകാര്യം ചെയ്യുന്നതും നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെടുന്നത് സെൽഫ് ഹെൽപ്പ് ബുക്സുകളാണ്. മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻസ് ആയിട്ടുള്ള സ്റ്റോറികൾ, ട്രെയിനിങ് ബുക്സുകൾ. അപ്പോൾ ഇതിന് ഏറ്റവും പാകമായത് നമ്മൾ തന്നെ ഉണ്ട്. തസൗഫ്, സ്പിരിച്വാലിറ്റി, സൂഫിസം, ഇതിൻ്റെയൊക്കെ കാത് തന്നെ ഇന്നർ ക്ലീനിങ് ആണ്. ഇത് നമ്മുടെ കൈക്കിൾ ഉണ്ടായിട്ട് ഇത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല, ഇത് ലിറ്ററേച്ചറിലൂടെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ തികച്ചും പരാജയമാണ്. നമ്മുടെ പരാജയം ആണ്. പക്ഷെ ആ പരാജയത്തിന് പല കാരണങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ പലരും ഈ സൂഫിസത്തെ, ഈ സ്പിരിച്വാലിറ്റിയെ ഒരു ഉപരിവിപ്ലവമായി കാണുക, അല്ലെങ്കിൽ അതിൽ എഴുത്തിലൂടെ മാത്രമായി കാണുന്നതും. സൂഫിസം എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു വലിയ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കമ്പോളത്തിൽ ഒരു സൂഫിസം കാണുന്നുണ്ട്, ഇസ്ലാമിൻ്റെ റിയൽ സൂഫിസവും ഉണ്ട്. ഇത് രണ്ടും പലപ്പോഴും രണ്ടാണ്. സൂഫിസം എന്തു പറഞ്ഞാലും മുസ്ലിം സമൂഹത്തിലെ മതനവീകരണ പ്രസ്ഥാനങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ 14 നൂറ്റാണ്ടു കാലഘട്ടത്തിൽ ഇസ്ലാമിക വളർച്ച അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വളർച്ച, ഈ വളർച്ചയുടെ അടിസ്ഥാന കാരണം ഇവരുടെ മിഷണറി പ്രവർത്തനങ്ങളാണ്. ഇവർ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയത് ഡിബേറ്റുകളിലൂടെ ആയിരുന്നില്ല, സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയിട്ട് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഖുർആൻ ട്രാൻസ്ലേഷൻ, ഹദീസ് ട്രാൻസ്ലേഷൻ, വെബ്സൈറ്റുകൾ, ഇതായിരുന്നില്ല. അത് ഒരിക്കലും ഒരു മതപ്രചരണത്തിന്റെ മാധ്യമവുമല്ല. ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞത് സൂഫികളാണ്. അവർ ജീവിതം കൊണ്ടാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. അല്ലെ, ജീവിക്കുന്ന എക്സാമ്പിൾ കാണാത്തതുകൊണ്ടല്ല പൊതുമാധ്യമങ്ങൾ വന്നത്. അതെ, ജീവിക്കുന്ന മാധ്യമങ്ങൾ കാണാത്തത് കൊണ്ടാണ് എന്താകുന്നത്, പലപ്പോഴും ആളുകൾക്ക് സമൂഹത്തെ വിലയിരുത്തേണ്ടി വരുന്നത്. നമ്മളോട് തന്നെ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് എനിക്കറിയാൻ എന്ത് മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന ബുക്ക് സ്റ്റാളിൽ പോയാൽ മതി എന്ന് നമ്മൾ പറയാറില്ല. എന്നെ കണ്ടോളൂ എന്ന്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ കണ്ടോളൂ എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ നമ്മുടെ സാഹിത്യങ്ങളെയും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളെയും രണ്ടായി കാണണം. ഒന്ന് സമൂഹത്തിന്റെ അന്തരാളങ്ങളോട് സംവദിക്കുന്ന, അകത്തളങ്ങളോട് സംവദിക്കുന്നവ, മറ്റൊന്ന് സമൂഹത്തിന്റെ പുറത്തുള്ളവയോട് സംവദിക്കുന്നവ. ഇത് രണ്ടും രണ്ടായി കാണണം. ഇത് പലപ്പോഴും നമുക്ക് എന്താകാൻ കഴിയുന്നില്ല, കാണാൻ. ഇത് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ നിരന്തരം കാണാം. പള്ളിയിലെ ജനങ്ങളോട് പറയേണ്ടത് പലപ്പോഴും പള്ളിക്ക് പുറത്തേക്ക് വിട്ട മൈക്കിലൂടെയാണ്, അല്ലെങ്കിൽ കാളത്തിലൂടെയാണ്. പൊതുസമൂഹമാണ് അത് കേൾക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ സാഹിത്യ മേഖലയെ നമ്മൾ രണ്ടായി കണ്ടേ പറ്റൂ. അകത്തുള്ളതിനോട് സംവദിക്കാൻ ഒരിടം കാണണം, പുറത്തുള്ള സമൂഹത്തോട് സംവദിക്കാൻ മറ്റൊരു ഇടവും കാണണം. ഇതാണ് അതിന്റെ പരിഹാരം. പലപ്പോഴും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നത് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് പൊതുവെ സംഭവിച്ച ഒരു പരാജയം എന്ന് പറഞ്ഞുകൂടെ ഒരു ശ്രദ്ധക്കുറവാണ്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ലൈഫ് സ്റ്റൈൽ മാഗസിനുകൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കൂടുതൽ ലൈഫ് സ്റ്റൈൽ മാഗസിനുകൾ, മാതൃഭൂമി ആയാലും മനോരമയായാലും പലവിധ കൊച്ചി കേന്ദ്രീകരിച്ച് പലവിധ ലൈഫ് സ്റ്റൈൽ മാഗസിൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അനുയോജ്യമായ ലൈഫ് സ്റ്റൈൽ മാഗസിൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൂടാ? അത് ഈ പറയുന്നത് പോലെ ഈ ലൈഫ് സ്റ്റൈൽ മാഗസിനുകളുടെ ഇതും അതേപോലെ വനിതാ പ്രസിദ്ധീകരണങ്ങളുടെയും ലക്ഷ്യം അടിസ്ഥാനപരമായി കമ്പോളക്കണ്ണുകളാണ്. കമ്പോളത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ ഏറ്റവും പല പ്രസിദ്ധീകരണങ്ങളും അവയുടെ വാരികകൾ നിർത്തിയിട്ടുണ്ട്, അവരുടെ ആഴ്ചപ്പതിപ്പുകൾ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊരിക്കലും അവരുടെ വനിതാ പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നിട്ടില്ല.
ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ളതാണ്. പക്ഷെ അതിലെന്താ വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്ട്രസുകളുടെ കുടുംബവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും പ്രണയവിശേഷങ്ങളുമാണ് അതിൽ വരുന്നത്. ഇസ്ലാമിക് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഓൾട്ടർനേറ്റീവ് സൊസൈറ്റിക്ക് നൽകിക്കൂടെ? സമൂഹത്തിന് നല്ലൊരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ പറ്റും. അത് ആവശ്യമല്ലേ? ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ എങ്ങനെ എന്നുള്ളത് കാണണം. നമ്മളെല്ലാം സമ്മതിക്കുകയും എല്ലാ തെറ്റുകളും സമ്മതിക്കുകയും പക്ഷെ അതിനൊരു കറക്റ്റായ ഫോളോ അപ്പ് നടത്തുക, അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്കിംഗ്. തെറ്റുകൾ സമ്മതിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തെറ്റുകൾ പറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ കാലം ഇന്ന് തെറ്റായി തോന്നുന്നത് നാളെ ശരിയായി തോന്നും. തെറ്റുകളും ശരികളും അടയാളപ്പെടുത്തുന്ന ചരിത്രത്തിൽ ആപേക്ഷിക. ഇപ്പോ സ്വാതന്ത്ര്യ സമരം എടുത്തു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തായത് അന്നത്തെ ഭരണകൂടത്തിന്റെ കൂടെ നിന്നവരെ സംബന്ധിച്ചിടത്തോളം അന്നത് ശരിയായിരുന്നു. ആ ഭരണകൂടത്തിനെതിരെ പോരാടിയവർ അന്നത്തെ ഭീകരവാദികളും തീവ്രവാദികളുമായിരുന്നു. അപ്പൊ തെറ്റുകൾ ശരികൾ എന്ന് പറയുന്നത് പലപ്പോഴും ആപേക്ഷികമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇരുന്നിട്ട് ഇന്നലെ ഞങ്ങൾ ഇതിനെ തിരസ്കരിച്ചത് തെറ്റായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അല്ല, എന്നാലും കഴിഞ്ഞ തലമുറ കാലത്തിനനുസരിച്ച് ഉയർന്നത് പോലെ അവരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ കാലത്തിനനുസരിച്ച് ഈ ജനറേഷൻ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടുണ്ടോ? അറബി ഇംഗ്ലീഷ് കൊണ്ട് അതെ അതെ അതൊരു ഇതാണ്. നമ്മൾ മംഗ്ലീഷ് വളരെ മനോഹരമായി പ്രയോഗിക്കുന്നു. എല്ലാവരും അതിൽ എന്താണ്, ഏതു ഇംഗ്ലീഷ് അറിയാത്തവനും അവൻ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് വിടാൻ അവന് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഒരു പണിയില്ല. ഇതിന്റെ ഒരു പഴയ വേർഷനാണ് പണ്ട് അറബി മലയാളത്തിലൂടെ ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിനെ നമ്മളുടെ സമൂഹം മുഴുവനും അത് ഒരു കൾച്ചറൽ ഇമ്പീരിയലിസത്തെ എന്ത് ചെയ്തതാണ്, പ്രതിരോധിച്ചതായിരുന്നു. ആ പ്രതിരോധത്തിന്റെ പിന്തുടർച്ച സമൂഹത്തിൽ ഉണ്ടായില്ല. അല്ലെങ്കിൽ സമൂഹത്തിലെ ട്രഡീഷണൽ സ്കോളേഴ്സ് അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സും അല്ലെങ്കിൽ സമൂഹത്തിന്റെ സാംസ്കാരിക പ്രതിനിധികൾ എന്ന് പറയുന്നവരും അതിനെ പരിഹസിക്കുകയും അതിനെ കൊച്ചാക്കുകയും ചെയ്തു എന്നതുകൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ബദർ പാട്ട്, മൊഹീദ്ദീൻ മാല, ഇതൊക്കെ അതിൻ്റെ ഒരു പുനഃസൃഷ്ടി നമുക്ക് ആലോചിച്ചുകൂടെ? അത് ആലോചിക്കപ്പെടേണ്ടതാണ്, അത് തുടരപ്പെടേണ്ടതുമാണ്. പക്ഷെ അത് നമ്മളിപ്പോ ബദർ പടപ്പാട്ട് അല്ലെങ്കിൽ മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത് സത്യത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ കേരളത്തിന്റെ ഭാഷാപിതാവായി അറിയപ്പെടുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ എന്താണ് കേരളത്തിലെ മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്തത് എന്ന് ആരും ഇന്നോളം ചോദിച്ചിട്ടില്ല. എന്തു ചെയ്തു തുഞ്ചത്തെഴുത്തച്ഛൻ? അദ്ദേഹം ചെയ്തത് ആധ്യാത്മിക രാമായണം എന്ന് പറയുന്ന ഒരു കൃതിയാണ്. ആ ആധ്യാത്മിക രാമായണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവൃത്തത്തിനകത്ത് നിൽക്കുന്ന ഒരു ആത്മീയ കൃതിയാണ്. എന്നാൽ ഇതേ ആധ്യാത്മിക രാമായണത്തിന് സമാനമായത് അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് രചിക്കുന്നുണ്ട്. ഇത് രണ്ടും ആത്മീയ കൃതിയാകുമ്പോൾ ഒന്നിനെ മലയാളത്തിന്റെ പൊതുവായി വിലയിരുത്തപ്പെടുകയും മറ്റൊന്നിനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടേത് മാത്രമായി മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു എന്ന് പറയും. ഇന്ന് നമുക്ക് ഒരുപാട് സ്കോളേഴ്സും അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ സാഹിത്യപരമായിട്ടും മറ്റൊക്കെ ഇടപഴകുന്ന ഒരുപാട് സ്കോളേഴ്സും മറ്റും നമുക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇനി ഇതുപോലെ ഒരു ബദർമാല അങ്ങനെയുള്ള ആ ഒരു രൂപത്തിൽ ഒരു കൃതി എന്തുകൊണ്ട് ഇനി നമുക്ക് ഉയർത്തിക്കൊണ്ടുവന്നൂടാ? അത് പുനർജന്മം നൽകേണ്ടതും അതിന് ഇടം കണ്ടെത്തേണ്ടതും നമ്മളാണ്. നമ്മൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിൽ ഇടം നൽകുമ്പോൾ പൊതുസമൂഹം അതിനെ അംഗീകരിക്കാൻ നിർബന്ധിതമാകും. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കലെങ്കിലും അവരതിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യും? നിർബന്ധിതമാകും. അതിന് നമ്മൾ ആദ്യം ഇതൊക്കെ ഞങ്ങളുടെ പൈതൃകമാണ്, ഇത് ഞങ്ങളുടെ കൂട്ടുസ്വത്താണ് എന്ന ഒരു ബോധം സമൂഹത്തിന് ഉണ്ടാകണം. ഇപ്പൊ നമ്മളുടെ കലകള്, നമ്മുടെ ഈ പറയുന്ന പടപ്പാട്ടുകളും മറ്റും സ്കൂൾ കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളിൽ മാത്രം അവതരിപ്പിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഇപ്പോഴും നമ്മളെ സമൂഹം കാണുന്നത്. അത് മാറുകയും ഞങ്ങളുടെ ഇടം ഇന്നതാണ്. പാശ്ചാത്യ ലോകത്ത് മുസ്ലിം യുവാക്കൾക്ക് ഒരു ഹരമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം യുവാക്കളെ ഒരു നേരിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ഒരുപാട് ഗായകരുണ്ട്. അതിൻ്റെ സമി യൂസുഫ്, മഹർ സൈൻ ഇതേപോലെയാണ്. അവിടെ ഒരു സോങ് ആണ് One more time, louder.
Mustafa, 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 Mustafa. You're a prophet, our beloved. Truly you are most just and kind. You're a prophet, our beloved. Truly you are most just and kind. Allahumma salli ala ഇതുപോലെയുള്ള സമി യൂസുഫിനെ പോലെയുള്ള സംഗീതസ്ഥരെ നമുക്ക് അവരെയൊക്കെ ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിച്ചുകൂടെ? Mustafa, Mustafa. ഇസ്ലാമികമായി സമീ യൂസുഫിനെ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത് ലോകത്ത് ഇസ്ലാമിക സംഗീതങ്ങളെ, കസീദകളെ ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഇതിൻ്റെ കർമ്മശാസ്ത്രപരമായ മാനങ്ങൾ, ആ മാനങ്ങൾ അത് മതത്തിൻ്റെ പ്രമാണങ്ങളുടെ പരിധി വിട്ട് കിടക്കുന്നത് ആവാൻ പാടില്ല. കാരണം നമ്മൾ മതത്തിൻ്റെ പ്രൊപ്പഗേഷനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ആ വിഷയങ്ങൾ കൂടി നമ്മൾ നമ്മുടെ സ്കോളേഴ്സിനോട് ആലോചിക്കേണ്ടതുണ്ട്. അല്ല, ഇതിലിപ്പോൾ ഈ സമി യൂസുഫിൻ്റെ പാട്ടുകൾ നമുക്ക് കണ്ടാൽ അറിയാം, നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള, അതായത് നമുക്ക് എപ്പോഴും അള്ളാഹിനെ കുറിച്ചും അള്ളാഹിൻ്റെ അസ്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാട്ടിൽ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഓരോരുത്തരും മനസ്സിൽ അതുകൊണ്ട് പറ്റാണ്ട് ഉറക്കുകയാണ്, ഓരോരുത്തരുടെ മനസ്സിലായി കേൾക്കുന്നതോടുകൂടി. പിന്നെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു പുതിയ തലമുറയെ ആകർഷിക്കുന്നതിലും തുണിയഴിച്ചിട്ടുള്ള ആട്ടങ്ങളും അതുപോലുള്ള പോപ്പ് സംഗീതങ്ങളും ഒക്കെ മാറ്റി നിർത്തി ഇത്തരം സംഗീതങ്ങൾ ആസ്വദിക്കുന്നതിലേക്ക് ഒരു തലമുറയെ കൊണ്ടുവന്നു എന്നത് അവർ ചെയ്ത ഒരു വലിയ സംഭാവനയാണ്. ആ സംഭാവന നിരന്തരം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. എല്ലാ വശങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സാംസ്കാരിക മുന്നേറ്റം, മുസ്ലിം സാംസ്കാരിക നവോത്ഥാന മുന്നേറ്റത്തിന് യുവാക്കൾക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറക്ക് നാളത്തെ തലമുറയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന ഒരു മെസ്സേജ്, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് അവസാനം. ഒരു ക്രിയേറ്റീവ് മെസ്സേജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഭൂത കാലഘട്ടത്തിൻ്റെ സുവർണ അവസരങ്ങളെ, അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ ആനന്ദം കണ്ടെത്തുന്നതിനപ്പുറത്ത്, ചരിത്രം എപ്പോഴും മനുഷ്യന് ആവേശമാണ്, അതോടൊപ്പം അതിൽ നിന്ന് പുതിയ മെസ്സേജുകൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇതു ഞങ്ങൾ എത്തിപ്പെട്ട ഇടമാണ്, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വീണ്ടും വഴി തുടരേണ്ടതുണ്ട്, അല്ലെങ്കിൽ യാത്ര തുടരേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാവുന്ന ഇടത്തേക്ക് നമ്മളുടെ ചരിത്ര പഠനങ്ങളും നമ്മുടെ ഇടപെടലുകളും എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡ്രീം ജനറേഷൻ നമുക്ക്